നമ്മോടൊപ്പം ചേരുന്നുണ്ട് BCCI മാച്ച് റഫറി ശ്രീ രംഗനാഥൻ. വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ മത്സരത്തിൻ്റെ ഒരു ആവേശം അതിലേക്ക് നമ്മൾ എത്തി പൂർണ്ണമായിട്ടും. എനിക്കൊന്നും ആദ്യ ദിവസങ്ങളൊന്നും ആദ്യ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലൊന്നും അത്രമാത്രം നിറഞ്ഞ ഗാലറി ഒന്നും ആയിരുന്നില്ല. അതൊക്കെ മാറി ഇന്ന് ഫൈനലിൽ ഒരു പാക്ട് സ്റ്റേഡിയം നമുക്ക് പ്രതീക്ഷിക്കാം. അതിനപ്പുറത്തേക്ക് ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ടീമിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമുണ്ടോ ഇന്ത്യക്ക്? ഒരിക്കലുമില്ല. ടീം ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ഒരു കാരണവശാലും ടീം ഇന്ത്യൻ മാനേജ്മെന്റ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മാറില്ല. അങ്ങനെ മാറേണ്ട ഒരു സാഹചര്യമില്ല. കാരണം തുടർച്ചയായിട്ട് ജയിച്ചു വരുന്ന ഒരു ഇന്ത്യൻ ടീം, ആ ടീമിനെ ഒരു ഫൈനലിലേക്ക് ഒരു ടീം മാറ്റം വരുന്ന ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ സൂപ്പർ സൺഡേ, അതും പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ അത്യന്തം ആവേശകരമായിട്ടുള്ള ഒരു മത്സരമായിട്ട് മാറുന്നു. ആ മാറുന്ന മത്സരം ഒരിക്കലും ടീം ഇന്ത്യ ഒരു ടീം മാറ്റത്തിൽ ആവശ്യപ്പെടില്ല. ഓക്കെ, ഈ ടീം കോമ്പിനേഷൻ്റെ കാര്യം ചോദിക്കട്ടെ. ഈ പാകിസ്ഥാൻ ടീമിന്റെ ഒരു പ്രധാനപ്പെട്ട കരുത്ത് അവരുടെ ബോളിംഗ് നിരയാണ്. ഷഹീൻ ഷാ അഫ്രീദി, ഹാരിസ് റൌഫ് നയിക്കുന്ന പേസർമാരാണ് അതിൽ പ്രധാനം. ഇന്ത്യ ആവട്ടെ നേരെ തിരിച്ച് സ്പിന്നർമാരെ ആശ്രയിക്കുന്നു. ദുബായിൽ സ്പിന്നർമാരെ ആശ്രയിച്ച് ഒരു സ്പെഷ്യലിസ്റ്റ് പേസറെ മാത്രം, ജസ്പ്രീത് ബുംറയോ അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിൽ അർഷദീപോ ഒക്കെ മാത്രമായി ഒരു ടീം കോമ്പിനേഷനാണ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ മത്സരത്തിലൊക്കെ കണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയിൽ നിൽക്കുക എന്നുള്ളതാണോ? പ്രത്യേകിച്ചും ദുബായിൽ ഈ ചേസിങ്ങിന് കൂടുതൽ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ടോസും കുറപ്പിക്കാൻ കഴിയില്ലല്ലോ. അല്ല എൽഡോസ്, ഇതിൽ വരുന്നൊരു കാര്യം, നമ്മൾ ഈ T20 മത്സരങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ദുബായില് ഒരു കൂറ്റൻ സ്കോർ ഇതുവരെ വന്നിട്ടില്ല, പ്രത്യേകിച്ച് T20 ഫോർമാറ്റിൽ. അത് മാത്രമല്ല, ബൗളർമാർക്ക്, ഫാസ്റ്റ് ബൗളർമാരായാലും സ്പിന്നർമാരായാലും അവിടെ ഒരു സ്ലോ വിക്കറ്റാണ്. അവിടെ ബാറ്റിങ്ങിന് കുറച്ച് ബാറ്റർമാർക്ക് ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച നമ്മൾ പല മത്സരങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് ഇന്ത്യയുടെ ബോളിംഗ് അറ്റാക്ക് അതിനൊരു വെറൈറ്റി ഉണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബുംറ മാത്രമല്ല, ഇപ്പൊ ഹാർദിക് പാണ്ഡ്യ ആയാലും ശിവൻ ദുബെ ആയാലും, ശിവൻ ദുബെയൊക്കെ 2 വിക്കറ്റ് എടുത്ത ഒരു ബോളറാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വെറൈറ്റി, കൂടാതെ സ്പിന്നേഴ്സ് ആയാലും അക്സർ പട്ടേൽ, കൂടാതെ കുൽദീപ് യാദവ്, ഇങ്ങനെയുള്ള വെറൈറ്റി ഉള്ള ഒരു ബോളിംഗ് അറ്റാക്കാണ് ഇന്ത്യയുടേത്. മറുവശത്ത് പാകിസ്ഥാന്റെ അങ്ങനെയല്ല. ഇപ്പൊ ഷാഹിൻ അഫ്രീദിനെ മാത്രം അല്ലെങ്കിൽ റൌഫിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു ബോളിംഗ് അറ്റാക്ക്. അപ്പൊ ഇവിടെ ഏറ്റവും നിർണായകമാകുന്നത് ടോസ് വളരെ നിർണായകം തന്നെയാണ്. പക്ഷേ ഏത് ടീം ബാറ്റ് ചെയ്യുകയാണെങ്കിലും പവർ പ്ലേ വളരെ നിർണായകമാണ്. ആ പവർ പ്ലേയിൽ ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ടീമിനായിരിക്കും മുൻതൂക്കം വരിക. പ്രത്യേകിച്ച് രണ്ടാമത് ചേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഒരു 180 സ്കോർ ചേസ് ചെയ്യുമ്പോൾ പവർ പ്ലേയിൽ റണ്ണ് വന്നെങ്കിൽ മാത്രമേ ആ ടീമിന് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ റൺ ചേസും ആ ഘട്ടത്തിൽ ബൗളർമാരെ അനുകൂലിച്ചായിരിക്കും ഇരിക്കുക. അപ്പൊ ഇവിടെ എല്ലാം വരുന്നത് ഫൈനൽ എന്നുള്ള സമ്മർദ്ദം, അത് ഇരു ടീമുകൾക്കും തുല്യമായിട്ട് തന്നെയാണ് ഉണ്ടത്. പക്ഷെ ടീം ഇന്ത്യയുടെ ഇതുവരെയുള്ള പെർഫോമൻസിൽ ധാരാളം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ട് ഇന്ത്യൻ ടീമിന്. അതുകൊണ്ടൊരു വെറൈറ്റി. അപ്പൊ ഏത് ബാറ്ററിനെ ഏത് ഓർഡറിൽ വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ആ ടൈലൻഡേഴ്സ് വരെ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ടീം. അതുകൊണ്ട് ടീം ഇന്ത്യയുടെ ഒരു ബാറ്റിങ്ങിന്റെ കാര്യത്തിലും പ്രത്യേകിച്ച് ബോളിങ്ങിന്റെ കാര്യത്തിലും ഒരു മാറ്റത്തിന്റെ ആവശ്യമില്ല. അത് മാത്രമല്ല, കരുത്തരായിട്ടുള്ള ഒരു പെർഫോമൻസും അവർ പുറത്തെടുക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ സൂചിപ്പിച്ചത്. ഇന്ത്യയുടെ ബാറ്റർമാർ അതൊരു വലിയ ഡെപ്ത് ഉണ്ട്. ഇന്ത്യക്ക് വാലറ്റത്ത് വരെ, ഇപ്പോൾ അക്സർ പട്ടേലോ ദുബെയൊക്കെ വരെ നീളുന്നു ആ ബാറ്റിങ്ങിൻ്റെ ഒരു ലെങ്ത്. നമുക്ക് അക്സറിനെ അറിയാം, അക്സറിൻ്റെ പൊസിഷൻ ഇതൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ ടൂർണമെൻറ്റിൽ. പക്ഷേ ഇത്തവണ അത് നേരെ വാലറ്റത്തേക്ക് വന്നു. അക്സർ ഏറ്റവും ടോപ്പ് ഓർഡറിൽ വരെ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബാറ്ററാണ്. അപ്പോൾ അത്രമാത്രം കരുത്തുണ്ട്, ശരി തന്നെ. പക്ഷേ അപ്പോഴും ഇന്ത്യയുടെ ബാറ്റിംഗ് കൺസേൺസ് ചിലതില്ലേ? പ്രത്യേകിച്ചും സൂര്യകുമാർ യാദവ് എന്ന് പറഞ്ഞാൽ 2020 ഒരു ഇടിവെട്ട് ബാറ്ററാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഫോം ഈ ഏഷ്യ കപ്പിൽ അത്രമാത്രം നല്ലതല്ല, അത്രമാത്രം ഗംഭീരമായിട്ട് രീതിയിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല സൂര്യകുമാറിന് ഇതുവരെ. ഇനി തിലക് വർമ്മ പാകിസ്ഥാനെതിരെ ആദ്യ മത്സരത്തിൽ മികച്ച ഫോം പ്രകടമാക്കി. അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും നൽകുന്ന തുടക്കം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു 20-30 റൺസിൽ മാത്രം ഒതുങ്ങുന്ന ടോപ്പ് ഓർഡറിലേക്ക് മാറിയില്ലേ ഈ കഴിഞ്ഞ മത്സരം നോക്കിയാൽ? മറുവശത്ത് പാകിസ്ഥാൻ അല്പം കൂടി ബെറ്ററായി വരുന്നോ എന്നൊരു സംശയം. ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് പാകിസ്ഥാൻ സൂപ്പർ 4ലേക്ക് എത്തിയപ്പോൾ, പ്രത്യേകിച്ച് ലങ്കയ്ക്കെതിരായും ബംഗ്ലാദേശിനെതിരായിട്ടുള്ള മത്സരങ്ങളിൽ പാകിസ്ഥാൻ വളരെ മനോഹരമായിട്ട് അവരുടെ ഒരു സ്പിരിറ്റ് പുറത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, ഇന്ത്യയുടെ ഒരു ബാറ്റിങ്ങിന്റെ ഒരു ശൈലി നോക്കുകയാണെങ്കിൽ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സൂര്യകുമാർ യാദവ് ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ വളരെ മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തത്. അപ്പൊ സമ്മർദ്ദത്തിൽ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു താരമാണ് സൂര്യകുമാർ. ഇതുവരെ ബാറ്റർമാർക്ക് ഒരു സമ്മർദ്ദം ഒരു മത്സരത്തിലും ഇതുവരെ ഇന്ത്യ നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം പാകിസ്ഥാനെതിരെ ആയിരുന്നു ഏറ്റവും കൂടുതൽ സമ്മർദ്ദം. അത് അഭിഷേക് ശർമ്മനെ പോലെയുള്ള ബാറ്റർമാർ വളരെ അനായാസം ഇന്ത്യക്ക് വിജയം നേടുന്ന ഒരു ശൈലിയിലോട്ട് പോകുന്നു.  അപ്പൊ സമ്മർദ്ദമില്ലാതെ ബാറ്റ് ചെയ്യേണ്ട ഒരു ഘട്ടമാണ് ഇതുവരെ ഇന്ത്യ കളിച്ചത്. 100% 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 ഇന്ത്യ കളിച്ചത്.
പക്ഷെ ഇന്നത്തെ ഒരു ഫൈനലിൽ അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, ഏത് ബാറ്ററിനെയും ഏത് ഘട്ടത്തിലും പ്രൊമോട്ട് ചെയ്യാൻ. ഇപ്പോ സഞ്ജുവിന്റെ കാര്യം പറഞ്ഞു, സഞ്ജു നമ്പർ 5 നമ്പർ 6 ആയിട്ട് വരുന്നു. ഒരു ഘട്ടത്തിൽ തുടക്കത്തിലെ 1-2 വിക്കറ്റ് വീഴുകയാണെങ്കിൽ ഗൗതം ഗംഭീർ അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് സഞ്ജുവിനെ പ്രൊമോട്ട് ചെയ്ത് നമ്പർ 4ഓ 3ഓ ഒക്കെ ആക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ വരുന്നത് ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ. ഇതൊക്കെ നോക്കിയാണ് ടീം ഇന്ത്യയുടെ ബാറ്റർമാരെ പ്രൊമോട്ട് ചെയ്യുന്നതും താഴത്തോട്ട് ഇറക്കുന്നതും. അതുകൊണ്ട് ഒരു സൂര്യകുമാർ യാദവിന്റെ ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ താങ്കൾ സൂചിപ്പിച്ചത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. സമ്മർദ്ദമുണ്ടെങ്കിൽ സൂര്യകുമാർ യാദവ് എന്നുള്ള ക്യാപ്റ്റൻ, നായകൻ, അദ്ദേഹം പെർഫോം ചെയ്യും. സമ്മർദ്ദമാണ് അപ്പോൾ അവിടെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് തോന്നുന്നു. എന്നാലും ശ്രീ രംഗനാഥൻ, ഈ ചെറിയ ചെറിയ ഇഞ്ചുറി കൺസേൺ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടു അഭിഷേകും അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യയും കയറി. ഹാർദിക് പാണ്ഡ്യ ഒരു അനിവാര്യമായിട്ടുള്ള ഫാക്ടറാണ്, പ്രത്യേകിച്ചും പാകിസ്ഥാനെതിരെ മത്സരമുണ്ടെങ്കിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഉണ്ടാകുന്ന ഒരു വീറും വാശിയും വേറെ ലെവലിലേക്ക് ഹാർദിക് മാറുന്നത് കാണാറുണ്ട്. പക്ഷേ ഇന്ന് ഹാർദിക് ഇല്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകും. പക്ഷെ ഉണ്ടാകില്ല എന്ന് കരുതാം. നേരിയ ക്രാമ്പ് എന്നാണ് മോണെ മോർക്കൽ സൂചിപ്പിച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ടോസ് അത് നിർണായകമാണോ ദുബായിൽ? കാരണം ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞത് ഒരു കാര്യം വ്യക്തമാണ്, ഒരു ലോ സ്കോറിംഗ് ഗെയിംസ് ആയിരുന്നു പലതും ദുബായിൽ. പക്ഷേ കഴിഞ്ഞ മത്സരം നോക്കൂ, ഇന്ത്യ ശ്രീലങ്ക, അവിടെ 202 റൺസ് രണ്ട് ടീം നേടി. അതായത് 404 റൺസ് ആ ഇന്നിങ്സിൽ വന്നു ദുബായിലെ സ്റ്റേഡിയത്തിൽ. അപ്പോൾ ബാറ്റിങ്ങിലേക്ക് കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ട് അവിടുത്തെ സാഹചര്യം, അവിടുത്തെ പുതിയ ട്രാക്കുകളാണെന്ന് സംശയമുണ്ട്. എന്താണെങ്കിലും അത് മാറുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ടോസ് നിർണായകമാണോ ഈ പറയുന്നത് പോലെ? വളരെ വ്യക്തമാണ്. ഇവിടെയാണ് ടോസ് നിർണായകമാണെങ്കിലും ഏത് ടീമാണോ ആദ്യം ബാറ്റ് ചെയ്യുന്നത്, അവർ 180 ഒക്കെ സ്കോർ വരികയാണെങ്കിൽ രണ്ടാമത് ചേസ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, രണ്ടാമത് ചേസ് ചെയ്യുകയാണെങ്കിലും ആദ്യത്തെ പവർ പ്ലേ, അതിപ്പോ ഉദാഹരണത്തിന് ഇന്ത്യയാണ് ചേസ് ചെയ്യുന്നതെങ്കിൽ ശുഭ്മാൻ ഗില്ലിന്റെയും അഭിഷേക് ശർമ്മയുടെയും ആ ഒരു എക്സ്പ്ലോസീവ് തുടക്കം അത് അനിവാര്യമായിരിക്കുന്നു. അപ്പൊ അതുപോലെയുള്ള ഒരു തുടക്കം കിട്ടുകയാണെങ്കിൽ 180 എന്നുള്ള സ്കോർ മറികടക്കാൻ സാധിക്കും. അതല്ലാതെ ചേസ് ചെയ്യുമ്പോൾ തുടക്കത്തിലെ തന്നെ 1-2 വിക്കറ്റ് വീഴുകയാണെങ്കിൽ ചേസ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ക്രിക്കറ്റിന്റെ ആ മനോഹാരിത വരുന്നത് നമ്മൾ ആ പവർ പ്ലേയിലാണ്. ആ പവർ പ്ലേയിൽ ഒരു ടീമിന്റെ വിജയവും അല്ലെങ്കിൽ പരാജയവും നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കും ആ ടീം ടോട്ടൽ അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ഒരു വലിയ ടോട്ടൽ പടുത്തുയർത്തണമെങ്കിൽ നല്ല പവർ പ്ലേയിൽ നല്ലൊരു തുടക്കം വേണം. ഒരു പവർ പ്ലേയിൽ നന്നായിട്ട് ചേസ് ചെയ്യണമെങ്കിൽ പവർ പ്ലേയിൽ തന്നെ നല്ലൊരു തുടക്കവും അനിവാര്യമായിരിക്കുന്നു. അതുകൊണ്ട് ഈ T20 ഫോർമാറ്റിൽ നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷെ നല്ലൊരു ഫൈനൽ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇന്നത്തെ മത്സരം, പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം, ഇന്ത്യ കരുത്തോടുകൂടി, പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു. പരിക്കല്ല, ടീം ഇന്ത്യ മൊത്തം, അതായത് ഈ 140 കോടി ജനങ്ങളും ഇന്ത്യൻ ടീമിന് പുറകിലുണ്ട്. അതുകൊണ്ട് ആ കരുത്തോടുകൂടി, ആ എനർജിയോടുകൂടി എല്ലാ താരവും നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കാം. റൈറ്റ്. ഞാൻ ഒരു കാര്യം, അതായത് ഇത്രയേ ഉള്ളൂ, T20 റെക്കോർഡ്സ് ഇൻ ദുബായിലെ T20 റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ 103 മത്സരങ്ങളാണ് നടന്നത്. അതിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ജയിച്ചത് 50 തവണയും ചേസ് ചെയ്ത ടീം 52 തവണയും. 2 മത്സരങ്ങളുടെ വ്യത്യാസമാണ്. ഒരു മത്സരം ടൈ ആയി. ഇനി ലോകത്തെ ഏറ്റവും മികച്ച 8 ടോപ്പ് ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടിയത് 42 മത്സരങ്ങളിലാണ്. അതിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ജയിച്ചത് 17 തവണയും രണ്ടാമത് ബാറ്റ് ചെയ്ത ടീം, അതായത് ചേസ് ചെയ്ത ടീം ജയിച്ചത് 24 തവണയും. നമ്മളിപ്പോൾ പറഞ്ഞതിനോടൊന്ന് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ശ്രീ രംഗനാഥൻ, ഈ ജസ്പ്രീത് ബുംറയുടെ കാര്യത്തിലേക്ക് കൂടി വരട്ടെ. ജസ്പ്രീത് ബുംറ ഇന്ത്യയുടെ സ്ട്രൈക്ക് ബോളറാണ്. ലോകത്ത് ഇത്രയും നല്ലൊരു പേസ് ബോളർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ജസ്പ്രീത് ബുംറയ്ക്ക് ഇപ്പോൾ ഷഹീൻ ഷാ അഫ്രീദിയും ഹാരിസ് റൌഫും കണ്ടെത്തുന്ന ഒരു സ്പാർക്ക് ഈ ഏഷ്യ കപ്പിനിടയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് തോന്നി. അല്ല, അത് സ്വാഭാവികമാണ്. കാരണം ബുംറയുടെ ബോളിംഗ് വെറൈറ്റി അതിപ്പോ എല്ലാവരും ബാറ്റർമാരൊക്കെ ഒരുപോലെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതനുസരിച്ച് പവർ പ്ലേയിൽ എങ്ങനെയാണ് ആദ്യത്തെ അദ്ദേഹം എറിയുന്ന 2 ഓവർ അത് റണ്ണ് വഴങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ബുംറയ്ക്ക് അത്ര രീതിയിലൊരു കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ ഫൈനൽ വരുമ്പോൾ സമ്മർദ്ദം, ആ സമ്മർദ്ദമാണ് ഏറ്റവും നിർണായകം. ഇപ്പൊ ബോളർക്ക് സമ്മർദ്ദമുണ്ട്, ബാറ്റർമാർക്ക് അതിലും സമ്മർദ്ദമാണ്. അപ്പൊ അവിടെ ആണ് ഒരു ബോളറിന്റെ ഒരു മികവ് നമ്മൾ കാണേണ്ടത്. ലീഗ് മത്സരത്തിൽ എറിയുന്ന പോലെ അല്ല ഫൈനൽ വരുമ്പോൾ. ആ ഫൈനലിന്റെ പ്രതീതി ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പൊ ആ ബുംറ എന്നുള്ള ബോളറിന്റെ ഇന്നത്തെ ആ ഒരു പെർഫോമൻസ്, അതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇതുവരെയുള്ള മത്സരങ്ങൾ നമ്മൾ മാറ്റി നിർത്താം. ബുംറ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു ഫാസ്റ്റ് ബോളറായിട്ട് മാറിയിരിക്കുന്നു. അദ്ദേഹം പരിക്ക് അദ്ദേഹത്തിനെ പലതവണ അലട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം അദ്ദേഹം പൂർണ്ണമായിട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇന്നും അദ്ദേഹം മികച്ച രീതിയിൽ പന്തെറിയുന്നു തന്നെ വിശ്വസിക്കാം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ശ്രീരംഗ, ഞാനൊരു ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. അതായത് ഈ രാജ്യത്ത് ഇപ്പോൾ ആഘോഷങ്ങളുടെ സമയമാണ്, നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമാണ്.
ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുമ്പോഴൊക്കെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആരാധകർ അതിഗംഭീരമായിട്ട് പൂജകളും പ്രാർത്ഥനകളും ഒക്കെ എത്താറുണ്ട് ടീമിന് വേണ്ടി. ഇത്തവണയും അതിൽ മുടക്കമൊന്നുമില്ല. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പൂജകളിൽ ഇന്ത്യൻ താരങ്ങളുടെയും ഒക്കെ ഫോട്ടോയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പൂജകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യൻ ടീമിന് എത്രമാത്രം ഈ ആരാധകർ പിന്തുണ നൽകുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ്. ഇന്ത്യൻ ടീമിൻ്റെ ആരാധകർ അങ്ങനെ കാണാം. സൂര്യകുമാർ, ശുഭ്മാൻ ഗില്ലിനെയൊക്കെ ഫോട്ടോയൊക്കെ പൂജിക്കുന്നു. അവർ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. ഇത് ഇന്ത്യയിലെ ഒരു കാഴ്ചയാണ്, സ്ഥിരം കാഴ്ചയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയും പാകിസ്ഥാനുമാണോ ഏറ്റുമുട്ടുന്നത്, ഇത്തരം കാഴ്ചകൾ അത് സുലഭമാണ്, ഒരുപാട് നമുക്ക് കാണാനും കഴിയുമെന്നുള്ളതാണ്. നവരാത്രി ആഘോഷത്തിനിടെ ഇന്നൊരു ക്രിക്കറ്റ് ആഘോഷമായി ഇത് മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് സ്ത്രീകളും ഉൾപ്പെടെ ആ ക്രിക്കറ്റ് ആരാധകരായി തന്നെ ഈ നവരാത്രി ആഘോഷങ്ങൾക്കിടയിൽ പൂജകളുമായി എത്തുന്നു. പ്രിയപ്പെട്ട താരങ്ങൾക്ക് വേണ്ടി ഇത്രയധികം ആരാധകരുള്ളൊരു രാജ്യം മറ്റൊന്നും ഉണ്ടാവില്ല ക്രിക്കറ്റിൽ, അതുറപ്പാണ്. അതുതന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യവും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഇന്ത്യൻ ടീം ഏറ്റവും ഒടുവിൽ ജയത്തോടുകൂടി തന്നെ തിരികെ കയറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യും. റൈറ്റ്. ശ്രീ രംഗനാഥൻ, എന്താണെങ്കിലും നമ്മൾ ഈ ഏഷ്യ കപ്പിൻ്റെ മത്സരങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് നമുക്കറിയാവുന്നല്ലോ പിന്നീടുള്ള വിവാദങ്ങളൊക്കെ. ഇപ്പോൾ താങ്കൾ പോലും ആദ്യ മത്സരം ബഹിഷ്കരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ ടി വി അത് കണ്ടില്ല. ഓക്കെ. അപ്പോൾ പിന്നീട് ഇപ്പോൾ ആ ഒരു ഫൈനലിലേക്ക് നമ്മൾ എത്തി. എന്താണെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് നമ്മൾ ടീമിനൊപ്പം നിൽക്കുന്നു. ഈ സ്റ്റേഡിയത്തിലും ആളുകൾ കുറവായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരുപാട് ആരാധകരാൽ നിറയുന്ന ദുബായ് സ്റ്റേഡിയം ആയിരുന്നില്ല, സാധാരണ കാണുന്ന പോലെ ആയിരുന്നില്ല ഇത്തവണ ഏഷ്യ കപ്പിലെ പല മത്സരങ്ങളിലും. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്ന 2 തവണയും അത്രമാത്രം കാണികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും. കാരണം ആദ്യത്തെ മത്സരം ഇന്ത്യ കളിച്ചത് തന്നെ, എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ പാകിസ്ഥാനെതിരെ കളിക്കുന്നതിന് പൂർണ്ണമായിട്ടും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പക്ഷേ കളി വിജയിച്ചതിന് ശേഷം ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവിന്റെ പ്രതികരണം, അത് അദ്ദേഹത്തിന് ഇപ്പം 30% ICC ഫൈനോടുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടുതൽ പ്രചോദനം നമുക്ക് നൽകി എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയും മറുപടി നൽകാൻ സാധിക്കും, കളിക്കളത്തിലും ഉചിതമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ സാധിച്ചതിൽ എല്ലാവരും അഭിമാനിച്ചു. അപ്പൊ അതിനുശേഷം കാണികൾക്കും ആ ഒരു ആവേശം ഉൾക്കൊള്ളാൻ സാധിച്ചു. കാണികൾ ധാരാളം വന്നു തുടങ്ങി. ഇന്ത്യയുടെ മത്സരങ്ങൾ, പാകിസ്ഥാന്റെ പ്രത്യേകിച്ച് 2ാമത്തെ മത്സരങ്ങളിൽ ധാരാളം കാണികൾ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ ഫൈനൽ എന്നുള്ള പ്രതീതി വരുമ്പോൾ കാണികളുടെ പ്രസൻസ് കൂടുതലായിരിക്കും. എൽഡോ, ഒരു കാര്യം കൂടെ ഇന്ന് സൂചിപ്പിക്കാനുണ്ട്. കാരണം ഇന്ന് ട്രോഫി ഏറ്റവും വാങ്ങുന്നത് അതും ഒരു വിവാദത്തിലോട്ട് മാറുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പൊ അതും കൂടെ ഇന്ന് പൂർണ്ണമായിട്ടും ഇന്ത്യ അത് വാങ്ങാതെ തന്നെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാന്റെ പ്രസിഡന്റിൽ നിന്ന് അത് വാങ്ങാതെ തറയിൽ വെച്ചിട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു കോഡ് ഓഫ് കണ്ടക്ട് ലംഘനമാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷെ ഒരു റൂളിലും പറഞ്ഞിട്ടുള്ള, വീണ്ടും പറയുന്നു, ഒരു റൂളിലും പറഞ്ഞിട്ടുള്ള ട്രോഫി കൈകൊണ്ട് മേടിക്കണമെന്ന്, ഹസ്തദാനം എന്ന പോലെ തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റന് ഒരു ഫൈൻ നേരിടേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ നല്ലൊരു മത്സരം, അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു മത്സരം പ്രതീക്ഷിക്കും. ഓക്കെ, ഇന്നത്തെ ഒരു മത്സരത്തിൽ താങ്കൾ പ്രതീക്ഷിക്കുന്ന, എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പെർഫോമർ ആരായിരിക്കും? അത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്ത് താങ്കൾ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇനി പാകിസ്ഥാനിൽ അത്ര സാധ്യതയുണ്ടെങ്കിൽ ആരായിരിക്കും? അല്ല, ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഇന്ത്യയുടെ നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ എന്നുള്ള യുവ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ, അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്ലോസീവ് തുടക്കം, അത് ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെയുള്ള ഒരു ഇന്നിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവിന്റെ ആ ഒരു 90° ബാറ്റിംഗ്, അതും കൂടെ ഒന്ന് പൂർണ്ണമായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് നല്ലൊരു ടോട്ടൽ ചേസ് ചെയ്യാനും അല്ലെങ്കിൽ നല്ലൊരു ടോട്ടൽ പടുത്തുയർത്താനും സാധിക്കും. ശുഭ്മാൻ ഗിൽ എപ്പോഴും ഒരു ഗ്രാഫ്റ്ററാണ്. അതുകൊണ്ട് പിന്നീട് വരുന്ന തിലക് വർമ്മ ആയാലും സഞ്ജു വി സാംസൺ ആയാലും എല്ലാവർക്കും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കും. ആ ബാറ്റിംഗ് ഡെപ്ത് ഇന്ത്യക്ക് ധാരാളമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും അഭിഷേക് ശർമ്മ എന്നുള്ള ബാറ്ററിനും സൂര്യകുമാർ യാദവ് എല്ലാവരും ബാറ്റ് ചെയ്യും. അതുകൊണ്ട് അതിലൊരു പ്രതീക്ഷ നമുക്ക് മങ്ങുന്നില്ല.
ബോളിങ്ങിലായാലും ബുംറയുടെ ഒരു തിരിച്ചുവരവ്, താങ്കൾ പറഞ്ഞതുപോലെ ഫൈനൽ ആ ഒരു ബുംറേനെ നമുക്ക് കാണാൻ സാധിക്കണം. അതാണ്. മറുവശത്ത് പാകിസ്ഥാനെ നോക്കുകയാണെങ്കിൽ ആരും പ്രതീക്ഷയ്ക്കൊത്ത ഒരു പെർഫോമൻസ് ഇതുവരെ വന്നിട്ടില്ല ഇവിടേക്ക്. പിന്നെ ഷാഹിൻ അഫ്രീദി എന്നുള്ള ആ ഫാസ്റ്റ് ബോളറിന്റെ ഒരു ബോളിംഗ് മികവ്, അത് ഒരു ഫയർ സ്പെൽ നമ്മൾ അഹമ്മദാബാദിലൊക്കെ കണ്ടതുപോലെ ഒരു ഫയർ സ്പെൽ അദ്ദേഹം പുറത്തെടുക്കുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ആ ബോളിംഗ് ആ മികവ് പുറത്തെടുക്കുക എന്നുള്ളത്, ഇന്ത്യൻ ബാറ്റർമാർ എങ്ങനെയാണ് നേരിടുക എന്നുള്ളത്, അവിടെ മാത്രമേ ഒരു പ്രതീക്ഷ പാകിസ്ഥാനിലുള്ളൂ. മറ്റതെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ല. അവര് ഒരിക്കലും ഒരു പ്രതീക്ഷയ്ക്കൊത്ത അവരുടെ താരങ്ങൾ, ഇപ്പൊ ഫക്കർ സമാൻ ആയാലും ഇവരെല്ലാം മികച്ച താരങ്ങളാണ്. പക്ഷെ അവർക്കൊന്നും ഒരു പ്രതീക്ഷയൊത്ത ഒരു പെർഫോമൻസ് മികവ് പുറത്തെടുക്കാൻ സാധിക്കണ്ട. അതാണ് ഏറ്റവും ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ചും ഇന്നത്തെ ഫൈനലിൽ. അതുകൊണ്ട് വീണ്ടും ഒരു ഇന്ത്യൻ വിജയം, അതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അത് നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. റൈറ്റ്, താങ്ക് യു സോ മച്ച് ശ്രീ പി രംഗനാഥൻ. ഇത്രയും നേരം നമ്മോടൊപ്പം സംസാരിച്ചതിന്, ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ സാധ്യത, ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ഒക്കെ പങ്കുവച്ചതിന്. എന്നാൽ നമ്മൾ ആവേശത്തോട് കാത്തിരിക്കുന്നു. ഉറപ്പായും നമ്മൾ ഇന്ത്യ ജയിക്കുമെന്ന് ആഗ്രഹിക്കാം. ഒരു 70-30 അതല്ലേ സാധ്യതയുള്ളൂ? 70 ഇന്ത്യക്ക്, 30 പാകിസ്ഥാൻ, അത്രയല്ലേ പറയാൻ പറ്റൂ? ക്രിക്കറ്റ് ഒരിക്കലും പ്രവചനം സാധ്യമല്ല. പക്ഷേ 90-10 എന്നുള്ള രീതിയിൽ വേണം ഇന്ത്യ പെർഫോം ചെയ്യാൻ. അതാണ് ഞാനും അതാണ്. അപ്പോൾ 90-10 എന്നുള്ള മട്ടിൽ തന്നെ ഇന്ത്യ മുന്നേറട്ടെ. സൂര്യകുമാർ യാദവ് ഇന്ന് കപ്പ് നിലത്തുനിന്നെടുക്കുമോ അതോ നേരെ കയ്യിൽ നിന്ന് വാങ്ങുമോ എന്നൊക്കെ കാത്തിരിക്കാം. അതൊക്കെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, അതിനപ്പുറത്തേക്ക്. എന്തായാലും താങ്ക് യു സോ മച്ച് ശ്രീ പി രംഗനാഥൻ ഇത്ര നേരം പ്രതികരിച്ചതിന്. ഇനി ഈ ഏഷ്യ കപ്പിൻ്റെ ഫൈനലിലേക്ക്